ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മെയ് 9. ദൈവത്താൽ അറിയപ്പെടുക. അവൾ മറിയ തിരിഞ്ഞു എബ്രായ ഭാഷയിൽ റബ്ബൂനി എന്നു പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 20-16 2 സഹോദരന്മാർ ദത്തെടുപ്പിലൂടെ വേർപെട്ട് ഏകദേശം 20 വർഷത്തിനു ശേഷം അവരെ വീണ്ടും ഒന്നിപ്പിക്കാൻ ഒരു DNA പരിശോധന സഹായിച്ചു. തൻ്റെ സഹോദരനാണെന്ന് താൻ വിശ്വസിച്ച വിൻസെന്റിന് കീറോൺ മെസ്സേജ് അയച്ചപ്പോൾ ആരാണ് ഈ അപരിചിതൻ എന്ന് വിൻസെന്റ് ചിന്തിച്ചു. ജനന സമയത്ത് അവന് എന്തു പേരാണ് നൽകിയതെന്ന് കീറോൺ ചോദിച്ചപ്പോൾ ടൈലർ എന്ന് വിൻസെന്റ് മറുപടി നൽകി. ഉടനെ അവർ സഹോദരന്മാരാണെന്ന് കീറോണിന് മനസ്സിലായി. അവൻ്റെ പേരിലൂടെ അവനെ തിരിച്ചറിഞ്ഞു. ഈസ്റ്റർ കഥയിൽ ഒരു പേര് ഒരു പ്രധാന പങ്കു വഹിക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കുക. കഥ വികസിക്കുമ്പോൾ മഗ്ദലന മറിയ ക്രിസ്തുവിൻ്റെ ശവകുടീരത്തിലേക്ക് വരുന്നു. യേശുവിൻ്റെ ശരീരം കാണാതായപ്പോൾ അവൾ കരയുന്നു. സ്ത്രീയെ, നീ കരയുന്നതെന്ത്? യേശു ചോദിക്കുന്നു. എന്നിരുന്നാലും മറിയയെ എന്ന് അവൻ അവളുടെ പേര് വിളിക്കുന്നതുവരെ അവൾ അവനെ തിരിച്ചറിഞ്ഞില്ല. അവൻ പറയുന്നത് കേട്ട് അവൾ റബ്ബൂനി എന്ന് അരാമ്യ ഭാഷയിൽ ഉറക്കെ വിളിച്ചു. നമ്മുടെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും തൻ്റെ മക്കളായി സ്വീകരിച്ചുകൊണ്ട് എല്ലാവർക്കുമായി മരണത്തെ കീഴടക്കിയെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഈ പ്രഭാതത്തിൽ യേശുവിലുള്ള വിശ്വാസികൾ അനുഭവിക്കുന്ന സന്തോഷത്തെ അവളുടെ പ്രതികരണം പ്രകടിപ്പിക്കുന്നു. അവൻ മറിയയോട് പറഞ്ഞതുപോലെ, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു. ജോർജിയയിൽ പേരിലൂടെ വീണ്ടും ഒന്നിച്ച 2 സഹോദരന്മാർ ഈ ബന്ധം അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പ്രതിജ്ഞയെടുത്തു. ഈസ്റ്റർ ദിനത്തിൽ തൻ്റെ സ്വന്തമായവരോടുള്ള ത്യാഗപരമായ സ്നേഹം നിമിത്തം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ചുവടെടുപ്പ് ഇതിനകം സ്വീകരിച്ചതിന് ഞങ്ങൾ യേശുവിനെ സ്തുതിക്കുന്നു. എനിക്കും നിങ്ങൾക്കും വേണ്ടി യേശു ജീവിച്ചിരിക്കുന്നു. ചിന്തിക്കുക. യേശു ഉയർത്തെഴുന്നേറ്റുവെന്നും നിങ്ങളെ പേരുകൊണ്ട് അറിയുന്നുവെന്നും അറിയുമ്പോൾ എന്തു തോന്നുന്നു? നിങ്ങൾക്ക് എങ്ങനെ യേശുവിനെ നന്നായി അറിയാനാകും? ദൈവത്തിന് മഹത്വം.